വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പറ്റും. വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 15 അടുത്ത മാസം 15 ഈ സംസ്ഥാനത്തെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലെയും പ്രസിഡന്റുമാരെ എലക്ട് ചെയ്ത് യോഗം ചേർന്ന് എലക്ട് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നിയോജകമണ്ഡലം നമ്മളാണ്. ഈ സംസ്ഥാനത്ത് 175 ബൂത്ത് കമ്മിറ്റികളും ആദ്യം പൂർത്തിയാക്കിയ ഒന്നാമത്തെ നിയോജകമണ്ഡലം നമ്മളാണ്. എനിക്കത് കാരണം ഇനി എല്ലാവരും ചീത്ത വിളിക്കാനും വേളോട്ടാക്കാനും ഒക്കെ പറ്റും. നടക്കാത്ത സ്ഥലം ഇത് ചെയ്തിട്ട് പോകുമ്പോൾ ഇത് ചെയ്യാതെ പോവാതെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് വഴക്കുണ്ടാക്കിയ അവർ ചോദിക്കും നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാക്കിയാന്ന് ചോദിക്കും. ഇതിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ നിങ്ങളെല്ലാവരെയും അവരിലും പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് 2020 വോട്ടർ പട്ടികയാണ്. 5 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 100-150 വോട്ട് ചേർപ്പിക്കാനും അത്ര തന്നെ നീക്കം ചെയ്യാനും ആ പ്രവർത്തനങ്ങളെല്ലാം നമുക്കിപ്പോൾ മുതൽ ആരംഭിച്ച് ആ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി ചെയ്ത് ഇതിനോടൊപ്പം ചേർക്കുന്ന ഇപ്പൊ ഈ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 5 വരെയുള്ള അവസരം പോലെ തന്നെ നമുക്ക് ഈ ഒക്ടോബർ അവസാനം മുതൽ ഡിസംബർ പകുതി വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ കൂടി പേര് ചേർപ്പിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചേർപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആകെ 3 മാസമുള്ളൂ, നമുക്കൊന്നും നടക്കില്ല. ഈ ചേർപ്പിക്കുന്ന അതേ ഡാറ്റ തന്നെ വെച്ച് നമുക്ക് അസംബ്ലിയിലെ വോട്ടർ പട്ടികയിൽ അവർ ചോദിക്കും നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാക്കിയാന്ന് ചോദിക്കും. ഇതിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുക. പ്രത്യേകിച്ച് മണ്ഡലം പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പ്രസിഡന്റുമാരെ, ഓരോ മണ്ഡലത്തിലും ചാർജ് എടുത്ത് പോയ നേതാക്കൾ അവരെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എല്ലാവരും നന്നായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് നമുക്കൊരു ഭംഗിയാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എല്ലാവരും കഠിനാധ്വാനം ചെയ്തു, ചിട്ടയായിട്ട് അത് ചെയ്തു. ചില സ്ഥലങ്ങളിൽ ആള് കുറവായിരുന്നത് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് മീറ്റിംഗ് വെച്ച് ആളുകളെ കൂട്ടി നടത്തും. നമുക്ക് ഇനി ഒറ്റ ടാർഗറ്റ് മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും നമുക്ക് ജയിക്കണം. അതാണ് അടുത്ത ടാർഗറ്റ്. ഇത്രയും മുമ്പ് നമ്മൾ ഒരു കാലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ രൂപീകരിക്കപ്പെട്ട വാർഡ് കമ്മിറ്റികൾക്ക് നമ്മൾ കർമ്മ പരിപാടികൾ കൊടുക്കണം. അവരെ എല്ലാം അവർക്ക് ഇനിയിപ്പോൾ പ്രത്യേക മിനിറ്റ്സ് ബുക്ക് കൊടുക്കണം. എല്ലാ വാർഡ് കമ്മിറ്റിയിലേക്കും പ്രത്യേകമായ മിനിറ്റ്സ് ബുക്ക് അടിച്ചിട്ട് നമുക്ക് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കും എല്ലാവരും. ഈ ചാനൽ ലെവലിൽ ഒന്ന് നോക്കണം. എല്ലാ മാസവും ഒരു മീറ്റിംഗ് എങ്കിലും മിനിമം വാർഡ് കമ്മിറ്റിയുടെ കൂടണം. വാർഡ് കമ്മിറ്റി ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന വാർഡ് കമ്മിറ്റി കൂടണം. വാർഡ് കമ്മിറ്റി കൂടി ആ വാർഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. രാഷ്ട്രീയം മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ വാർഡിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം.